Okay. Bye bye. Okay. ഗ്ലോബൽ വില്ലേജ് മെയിനായിട്ട് ഷോപ്പിംഗ് തന്നെയാണ് കേട്ടോ. അടിപൊളിയില്ലേ? നമ്മളെ ഇന്ത്യയിൽ പോലും ഇത്ര സെറ്റപ്പിലുള്ള ചെറിയ ചെറിയ സ്റ്റാളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗ്ലോബൽ വില്ലേജിനെ കുറിച്ചുള്ള വ്ളോഗാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്ലോബൽ വില്ലേജിലാണ്. കണ്ടോ, ഇതാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു എൻട്രൻസ് കേട്ടോ. ഇതുകൂടാതെ ഇതിന് കുറച്ച് അപ്പുറത്ത് വേറെ എൻട്രൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാനിനി ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഒരു ടിക്കറ്റിന് 25 ദിർഹംസ് കേട്ടോ. ഇത് നല്ല പീക്ക് ടൈമിൽ, അതായത് സാറ്റർഡേ, ഫ്രൈഡേ ഈ ദിവസങ്ങളിലൊക്കെ 30 ആണ്. അപ്പോൾ ഇന്ന് തിരക്ക് കുറവാണ്, അതുകൊണ്ടാണ് 25 കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ സൗകര്യത്തിന് വേണ്ടി കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്, അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ആളില്ലാത്ത കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് തിരക്കേക്കാരം. ഈ ഗ്ലോബൽ വില്ലേജിൽ ഒരു ദിവസം തന്നെ 40,000 മുതൽ 50,000 വരെ ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ട് നിൽക്കണുള്ളൂ. ഇപ്പോൾ ഈ ടിക്കറ്റ് ഞാൻ എല്ലാ വർഷവും ഓൺലൈനായിട്ടാണ് എടുക്കാറ്. പക്ഷെ ഇന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഓൺലൈന് ബുക്ക് ചെയ്യാതെ ഞാൻ നേരെ വന്നുകൊണ്ട് ടിക്കറ്റ് എടുത്ത് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെ കണ്ടോ റിക്ഷകളുണ്ട്. നമ്മൾ ഈ ഡൽഹി, ആഗ്ര ആ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ ഈ റിക്ഷകൾ എന്താ പറയുക ഒരുപാടുണ്ടാവും. ഇനി ഞാൻ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഇവിടെ ബാഗും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്തിട്ട് എല്ലാം പരിശോധിച്ചിട്ടേ വിടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഈ മെയിൻ എൻട്രൻസ് കൂടെ കയറാൻ പറ്റുമെന്ന് തോന്നണില്ല. നോക്കട്ടെ, ചിലപ്പോൾ ബാഗ് മാത്രം ഇവിടെ കൊടുത്താൽ മതിയാവും. എൻ്റെ അടുത്തൊരു ചെറിയ ബാഗ് ഉണ്ട്, അതിപ്പോൾ സീനാണ്. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലെത്തിട്ടോ. ഈ മെയിൻ എൻട്രൻസ് കൂടെ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ അടുത്തൊരു ബാഗ് ഉണ്ടായിന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസിലത്തെ കാഴ്ചകൾ. 4 മണി 4:30 ആയപ്പോഴത്തിന് ആളുകൾ ഇവിടെ നിറഞ്ഞിട്ടോ. ഈ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് കേൾക്കുമ്പം ചിലർക്കെങ്കിലും ഇത് എന്താ സംഭവം, എന്താണ് ഇവിടെ കാണാനുള്ളത് എന്നൊക്കെ എല്ലാം സംശയം ഉണ്ടാവും അല്ലേ. ഗ്ലോബൽ വില്ലേജ് പറയുകയാണെങ്കിൽ നിലമ്പൂർ പാട്ടൊക്കെ അല്ലേ, അതായത് നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും നിലമ്പൂർ പാട്ട് പോലത്തെ പരിപാടികളൊക്കെ നടക്കലില്ലേ, അതേപോലത്തെ ഒരു വലിയൊരു സ്ഥലം. അങ്ങനെ കണക്ക് വയ്ക്കാൻ മതി ഗ്ലോബൽ വില്ലേജിന് കേട്ടോ. 27 പവലിയൻ ഉണ്ട് കേട്ടോ. 27 പവലിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ ഓരോ രാജ്യത്തിൻ്റെ പേര്. കുവൈത്ത്, പിന്നെ ഏതാണ് യമൻ, അതുപോലെ വലിയ 27 പവലിയനുകളുണ്ട്. പക്ഷേ ഇതിലാകെ പങ്കെടുക്കുന്നത് 75ഓളം, എനിക്ക് തോന്നുന്നത് 75-ലേറെ ഉണ്ട്. 75-ലേറെ രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് കേട്ടോ. ആ രാജ്യങ്ങളിൽ നിന്നുള്ള അവരെ ഫുഡ്, അതുപോലെ ഡ്രസ്സ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടുന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. ഗ്ലോബൽ വില്ലേജ് ഒരു സീസണൽ ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ഇതൊരു വർഷത്തിൽ 6 മാസം ഉണ്ടാവുള്ളൂ. വിൻ്റർ സീസണിലാണ് ഇത് ഉണ്ടാവല്. ഈ വർഷം മെയ് ആയാൽ ഇത് ക്ലോസ് ചെയ്യും. മൊറോക്കോയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പോയി നോക്കാം. മൊറോക്കോയിൽ മെയിനായിട്ട് ഡ്രസ്സാണല്ലോ ഉണ്ടോ. ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. മെയിനായിട്ട് ഷോപ്പിംഗ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഉദ്ദേശം. മൊറോക്കത്തെ ചെരുപ്പുകളാണ് കേട്ടോ, നല്ല കളർഫുൾ ചെരുപ്പുകൾ. പിന്നെ ഉണ്ടോ കുട്ടികളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ മൊറോക്കോ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ മറ്റേ മാറ്റുകൾ, ഇതിന് 20 ദിർഹംസ്.
മനസ്സിലായോ? ഇത് നമ്മളെ നിസ്കാരപ്പായ. പിന്നെ ഇവിടെ കണ്ടോ ചെറിയൊരു ഫുഡിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഈ പവലിയനൊക്കെ ആ രാജ്യത്തിൻ്റെ എന്താ പറയുക ഒരു ശൈലിയിലേക്ക് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളെ ഇന്ത്യക്കൊരു കൾച്ചറില്ലേ, ആ ഒരു കൾച്ചറിൽ ഏക്കാരം ഇന്ത്യൻ്റെ പവലിയന്. അതേപോലെയാണ് ഇവിടെ ഉണ്ടാക്കിയ ഈ പവലിയനൊക്കെ മൊറോക്കോൻ്റെ ഒരു ടച്ച് ഉണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇതേപോലെ എല്ലാം കാട്ടിത്തരാൻ കഴിയൂല, ഒരു ദിവസം കൊണ്ടൊന്നും ഇത് നമ്മൾ കണ്ടു തീർക്കാൻ കഴിയൂല കേട്ടോ ഈ ഗ്ലോബൽ വില്ലേജ്. ഇനി പോകുന്നത് സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യ അവിടെ എന്തെല്ലാം പോയേക്കാം. കവാടത്തിൽ തന്നെ ഒരു ഒട്ടകമൊക്കെ ഉണ്ട് കേട്ടോ സൗദിയിൽ. സൗദിയും മൊറോക്കോ ഏകദേശമൊക്കെ സെയിം തന്നെയാക്കണം. കണ്ടോ അവിടെ ഡ്രസ്സുകൾ, മക്സൂറ, അബായ, ഇതൊക്കെ ചിലപ്പം സൗദിയിൽ ഫേമസ് ആയിട്ടുള്ള കമ്പനികളൊക്കെ വരും. ഇതെന്താ വെച്ചാൽ അങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമ്പോൾ ആൾക്കാർ വന്നുകൊണ്ട് നമ്മളെ വിളിക്കുന്നുണ്ട് കമ്പറുണ്ട്. അത് വെച്ച് ഓര് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ. ഇത് സാധനത്തിൻ്റെ പേര് വരെ എഴുതി വെച്ചിട്ടില്ല, എനിക്കറിയില്ല എന്താ സംഭവം. ഇത് കണ്ടിട്ട് ചില്ലി ഫ്ലേക്സ് ആണെന്ന് തോന്നുന്നുണ്ട്. ഹലോ, ഹൗ ആർ യു? ഇവിടെ കണ്ടോ ഫുള്ള് ഡേറ്റ്സ്, ആകെ ഡേറ്റ്സിൻ്റെ ഷോപ്പുകളാണ്. കണ്ടോ സൗദി അറേബ്യ അടിപൊളിയാണ് കേട്ടോ. വാവ്, ഫാൻസി ഐറ്റംസ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എൻ്റെ വീഡിയോ അധികം പബ്ലിക് പ്ലേസിലേക്കാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം എത്രയും ആൾക്കാർ കണ്ടില്ല ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. അവരൊക്കെ ഇത് എങ്ങനെയാണ് ഞാൻ എടുക്കുന്ന വീഡിയോനെ കാണുക എന്ന് പറയാൻ പറ്റില്ല. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് ഒന്ന്. പിന്നെ ഇത് വൈകുന്നേരങ്ങളിലാണ് കേട്ടോ ഉണ്ടാകുക. 4 മണി മുതൽ 1 മണി വരെ, പിന്നെ 4 മണി മുതൽ 12 മണി വരെ, അങ്ങനെയൊക്കെയാണ്. ഈവനിങ് ആണ് ഇത് ഓപ്പൺ ആവുക. ഇപ്പം ഞാൻ നടന്ന് എവിടെ എത്തിയെന്നോ, ഇന്ത്യൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് നമ്മളെ പവലിയന്, ഇന്ത്യൻ്റെ ഉള്ളിലോട്ട് പോവാണ് കേസ്. പോയേക്കട്ടെ എന്തൊക്കെയാണ് ഇവർ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചത് എന്നുള്ളത്. ഇന്ത്യയിൽ പോലും ഇത്ര സെറ്റപ്പിലുള്ള ചെറിയ ചെറിയ സ്റ്റാളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടോ ഹാൻഡിക്രാഫ്റ്റൊക്കെ സംഭവം, ചെറിയ മൺകപ്പൊക്കെ. ഇവിടെ ചെറിയൊരു ചായക്കട ഉണ്ട്. ഇവിടെ കണ്ടോ കുറേ ആൾക്കാർ ചായ കുടിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ ചെരുപ്പ്, ചെറിയ ബാഗ്. ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ ഇന്ത്യൻ്റെ ഏത് ഭാഗമാണ്? ഏതായാലും നമ്മളെ ഭാഗമല്ല തോന്നുന്നുണ്ട്. കണ്ടോ ഇവിടെ ഇങ്ങനത്തെ കുറേ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്. ഇതൊക്കെ എന്താ അറിയോ? ഇത് ചിരട്ടയാണോ? ഇതെന്താ മനസ്സിലായി? ഇത് തേങ്ങയാണ്. ഇതും തേങ്ങയാണ്. പൊളി, അത് അടിപൊളി. പിന്നെ ഇതവിടെ ബ്ലാങ്കറ്റ്, അങ്ങനത്തെ ഐറ്റംസ്. പക്ഷേ ഇന്ത്യയിലൊക്കെ ആൾ കുറവാട്ടോ. സൗദിനെയും മൊറോക്കോനൊക്കെ നോക്കുമ്പോൾ അവിടെ നിന്നൊന്നും എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ കഴിയണില്ലേനി. ഇന്ത്യൻ്റെ ഭാഗങ്ങളിൽ കൂടുതലും നോർത്തത്തെ ഐറ്റംസാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ നാട്ടിലത്തെ ഒരു സാധനം ഞാൻ അവിടെ കാണുന്നില്ല. ഫുള്ള് നോർത്ത് ഇന്ത്യൻസ് തോന്നുന്നു ഇവിടെ വന്നുകൊണ്ട് സ്റ്റാളിട്ടത്. എനിക്ക് കണ്ടിട്ട് തന്നെ എന്ത് ഇന്ത്യയാണോ എന്ന് സംശയമാണ്. ഇത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നാൽ ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഇത്ര നീറ്റായിട്ട് അല്ലെങ്കിൽ ഇത്ര ക്ലീൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അടിപൊളിയായിട്ടാണ് പോലെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുന്നത് കേട്ടോ. ഇന്ത്യ എന്നല്ല, എല്ലാം അങ്ങനെയാണ്, അടിപൊളിയാണ്.
ഞാൻ ഇന്ത്യക്ക് പുറത്തിറങ്ങിട്ടോ. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇന്ത്യൻ്റെ ഫുഡൊക്കെ. ബോംബെ സാൻഡ്വിച്ച്, ഐ ലവ് ചൈനീസോ അതെന്താ സംഭവം, തന്തൂരി, അങ്ങനത്തെ കുറച്ച് ഇന്ത്യൻ്റെ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ കാണാൻ പറ്റും ഇവിടെ. കൂൾ ജോയിൻ്റ്, അങ്ങനെ കുറേ സ്ട്രീറ്റ് ഫുഡും സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ നേരെ കാണുന്ന കണ്ടോ, ഇവിടെ കാർണിവലാട്ടോ. ഇവിടെ കുട്ടികൾക്കുള്ള ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാർണിവലിലൊന്ന് പോയി നോക്കാം. സൺസെറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നല്ല അടിപൊളി ഫ്രെയിമാണ് ഇപ്പം എനിക്ക് കിട്ടണത്. അതിൻ്റെ മുകൾക്കൊക്കെ അതിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ആ ആടുന്ന സംഗതി ഇല്ലേ, ആ കറങ്ങണ അതിലൊക്കെ ആൾക്കാരുണ്ട്. അത്യാവശ്യം ധൈര്യമുള്ളവർ മാത്രമേ അതിലൊക്കെ കയറുള്ളൂ. നമ്മൾ നേരത്തെ ദൂരത്തുനിന്ന് കണ്ടില്ലേ, അതാണ് കേട്ടത്. പക്ഷെ ഇവിടെ ഒന്നും ആളില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോ എടുക്കണ ദിവസം ഹോളിഡേ അല്ല, വർക്ക് ഡേ ആയതുകൊണ്ട് തിരക്കില്ല. ഇവിടെയൊക്കെ അല്ലെങ്കിൽ ഭയങ്കര തിരക്കേ കാരണം കുട്ടികളെ കൊണ്ട് നിറയും ശനി ഞായർ ഈ ദിവസങ്ങളിലൊക്കെ. ഇങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാട്ടി തരാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഗെയിംസ് കണ്ടോ, ഒരുപാട് ഐറ്റംസ് സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു പ്രേത വീടുണ്ട് കേട്ടോ. ഒരു പ്രേത വീടാണ്. കണ്ടോ, കണ്ടോ തന്നെ പേടിയോ. ഇവിടെ കണ്ടോ, പിന്നെ മനുഷ്യന് ജീവല്ല മനുഷ്യന്റെ പോലെ തന്നെയല്ലേ. ചൈനൻ്റെ പവലിയനിൽ എത്തിട്ടോ. നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണണേ അവർ ബുക്കുകൾ അങ്ങനെ ഓരോരോ ഐറ്റംസ്. പക്ഷെ ആരും എനിക്ക് തോന്നണേ ചൈനയിലുള്ള ആൾക്കാരൊന്നും അല്ല കേട്ടോ. സ്റ്റാളിലൊക്കെ ഫിലിപ്പീൻസുകളാണെന്നാണ് തോന്നണത്. ചൈനക്കാരെ പവലിയൻ എന്ന് പേര് മാത്രമേ ഉള്ളൂ. ഏതൊക്കെ കാറുകൾ നോക്കിയാണ്. ജീവല്ല പൂച്ചയാണെന്നൊക്കെ വിചാരിച്ചു ഞാൻ. ഈ പൂച്ചേനെ സൗണ്ട് ഉണ്ടാക്കി. അടിപൊളിയില്ലേ പൂച്ച, കൊള്ളാലോ. ടെസ്ലൻ്റെ സൈബർ ട്രക്ക് വരെ ഉണ്ട്. പൊള്ളി. ചൈനക്കാരുടെ തന്നെ ഇത്ര അടിപൊളിയായിട്ട് ഇങ്ങനെ ടോയ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കണ്ടോ, രാത്രി ആയപ്പോഴേ വ്യൂ. ഇപ്പം ഞാൻ നിൽക്കണത് വ്യൂ പോയിന്റ് എന്നൊക്കെ പറയാം. നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ്. മെയിനായിട്ട് ഷോപ്പിംഗ് തന്നെയാണ് കേട്ടോ. പിന്നെ ഓരോരോ രാജ്യക്കാരെ അവരെ എന്താ പറയുക കൾച്ചറുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ എന്ത് സാധനം ഇവിടെ നിന്ന് വാങ്ങിയാലും നല്ല റേറ്റാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ പുറത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്ലോബൽ വില്ലേജിൽ എല്ലാത്തിനും കുറച്ച് റേറ്റ് കൂടുതലേക്കാരം. അപ്പോൾ മെയിൻ സ്റ്റേജിൽ എന്തൊക്കെ ആഡുകളൊക്കെ വരാൻ തുടങ്ങിയിരിക്കണേ. ഷോ തുടങ്ങിയിട്ട് വരാം. അതുവരെ ഞാൻ വേറെ ഏതെങ്കിലും പവലിയനിൽ പോയോട്ടെ. ഈ മെയിൻ സ്റ്റേജിൽ ഈ പ്രാവശ്യം ദുൽഖർ വന്നിട്ടുണ്ട്, അതുപോലെ ടൊവിനോ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മനസ്സിലാവുന്ന ആൾക്കാരെ പറഞ്ഞതാണ്. ഐഡൻറ്റിറ്റിൻ്റെ പ്രൊമോഷനായിട്ട് ടൊവിനോ, അതുപോലെ ലക്കി ഭാസ്കറിന്, ദുൽഖർ അവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോഴൊക്കെ ഇവിടെ ഫുള്ള് ജനങ്ങളെ കയറും, പ്രത്യേകിച്ച് മലയാളികളും ഇന്ത്യക്കാരും. ഞാൻ കാർണിവൽ എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലമാണ് കേട്ടത്. ഇപ്പോൾ ലൈറ്റ് വന്നിട്ട് അടിപൊളിയായി. അവിടെ ഒബ്സർവേഷൻ വീലില്ലേനോ, അതാണ് ഈ സെൻറ്ററിൽ കാണുന്ന ഈ ആഡ് വരുന്ന ഈ റൗണ്ടിൽ ഇങ്ങനെ കാണുന്നത്. നല്ല അടിപൊളി. മനസ്സിലായില്ലേ, രാത്രിയാണ് ഗ്ലോബൽ വില്ലേജ്. അടിപൊളി.
തായ്വാനത്തെ ടീമിൻ്റെ ഡാൻസാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പം റഷ്യയിലാട്ടോ. റഷ്യയിൽ തീരെ തിരക്കില്ല. റഷ്യയിൽ ആൾ കുറവാട്ടോ. കഴിഞ്ഞ ഡാൻസ് കണ്ടില്ലേ, തായ്വാനത്തെ ഡാൻസ്, അതുപോലെ ചില പവലിയനിലൊക്കെ അവരെ കൾച്ചറൽ ഡാൻസുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഹായ്, ഹൗ ആർ യു? എന്ത് പറ്റി റഷ്യക്ക് ഞാൻ നോക്കണേ? അത്രയും വലിയ രാജ്യമായിട്ട് ഇത്രയും വലിയ പവലിയനായിട്ടും ആരുമില്ലല്ലോ. ആള് കുറവാട്ടോ റഷ്യയിൽ. നല്ലത് റഷ്യയിൽ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഫുള്ള് മരമാണ്. മരം കൊണ്ടുണ്ടാക്കിയ ഓരോ സംഭവങ്ങളാണത്. കാണാൻ നല്ല രസമുണ്ട് അല്ലേ? ഇത് ആ ഗ്ലോബൽ വില്ലേജിൻ്റെ ഫ്രണ്ട് പോലെ ഉണ്ട് ഇതിങ്ങനെ കണ്ടിട്ട്. ഇതാണ് തുർക്കിഷ് ഐസ്ക്രീം. ഈ കുട്ടികളെ പറ്റിച്ചുകാണ്ട് ഐസ്ക്രീം കൊടുക്കൂലേ, അതാണ് കേട്ടത്. Global Village Cultural Performance. ഇപ്പോൾ കണ്ടതേ ആഫ്രിക്കക്കാരെ ഒരു പ്രോഗ്രാം കേട്ടോ, ഡാൻസ്. അപ്പോൾ ഇനി ഞാനൊരു പരിപാടി കാട്ടിത്തരില്ല കേട്ടോ. മെയിൻ സ്റ്റേജത്തെ ഒരു പരിപാടി ഞാൻ ഇതിലൂടെ കാട്ടിത്തന്നു. എൻ്റെ ഭാഗ്യമല്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഇന്ത്യക്കാരെ പരിപാടികളൊക്കെ വരും കേട്ടോ. ഇവിടെ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നത് സാറ്റർഡേ സൺഡേ അങ്ങനത്തെ ദിവസങ്ങളാട്ടോ. ഇതാണ് കേട്ടോ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇതൊരു കായൽ പോലെ ഒരു സംഭവം. അതിൻ്റെ സൈഡ് കൂടെ കണ്ടോ, ബോട്ടിൻ്റെ ഷേപ്പിൽ ഒരുപാട് ഫുഡ് കൗണ്ടർ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഒരു സൈഡിലാട്ടോ. ഇവിടെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് ഓരോ ആർട്ടുകളൊക്കെ ആക്കിയിട്ടുണ്ടാക്കി. ഇത് മനസ്സിലായി, ഇതൊരു ഫിഷിൻ്റെ ഒരു ഹാഫ് പോർഷന് കണ്ടോ. ഇവിടെ വാട്ടർ ഷോ ഉണ്ടാകുന്നുണ്ട്, അത് അടിപൊളിയാണ്. പക്ഷെ ഇപ്പം ഇല്ല, ഇത് ഓരോ മണിക്കൂറിലോ അല്ലെങ്കിൽ അരമണിക്കൂറോ കൂടുമ്പോഴോ അങ്ങനെയൊക്കെ ഉണ്ടായാലുള്ളൂ. ഞാനാകെ കുറച്ച് രാജ്യത്തിൻ്റെ പവലിയനിൽ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. എല്ലാ പവലിയനും ഏകദേശം ഒരേ തീമാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഗ്ലോബൽ വില്ലേജിലേക്ക് വരുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനൊക്കെ വരാം, ഏത് പവലിയനക്ക് അപ്പോൾ പോകുക എന്നുള്ള കാര്യത്തിൽ. പിന്നെ നമ്മൾ ഒരു വട്ടമൊക്കെ വന്ന് രണ്ടാമത്തെ വട്ടമൊക്കെ വരുമ്പോൾ നമുക്കിത് എന്താ സംഭവം എന്ന് ഇവിടെ മനസ്സിലാവും. ആദ്യം വരുമ്പോൾ ഭയങ്കര ത്രില്ലേക്കാരം. ഇതൊക്കെയാണ് കേട്ടോ ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു ചെറിയ വ്ളോഗ്. ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല, എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.